മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 90 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ ഒരിക്കൽ കൂടെ പറയുന്നു. 1 ദിനവൃത്താന്തം 19 മുതൽ 22 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം. അപ്പോൾ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഇപ്പൊ റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഞാനൊരു പുരുഷനാണ്, എനിക്ക് 3 പേരുകളുണ്ട്, 3 പേരുകളും ഒരു വാക്യത്തിലാണ്, പേരുകൾ ഏവ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം യുസ്തോസ്, ബെർഷബ, യോസേഫ്. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: നിർജ്ജന പ്രദേശത്ത് വെച്ച് നിർമ്മിച്ച 2 നിർമ്മിതികൾ ഏവ? അവ നിർമ്മിച്ചത് ആര്? ഉത്തരം നിർമ്മിതികൾ യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും. നിർമ്മിച്ചത് മോശ. 1 ദിനവൃത്താന്തം 21-ന്റെ 29-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു കൂട്ടർക്ക് സഹായം ചെയ്യുവാൻ മറ്റൊരു കൂട്ടർ തയ്യാറായില്ല, അവർ ആരൊക്കെ? ഉത്തരം അമോന്യരെ സഹായിപ്പാൻ ആരാമ്യർ തയ്യാറായില്ല. 1 ദിനവൃത്താന്തം 19-ന്റെ 19-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ദൈവത്തിന്റെ ആലയം ഇസ്രായേലിന് എന്തായിരുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത്? ഹോമപീഠം. 1 ദിനവൃത്താന്തം 22-ന്റെ 1-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പുതിയ നിയമത്തിൽ ധാരാളം പ്രാവശ്യം എന്നെ കാണുവാൻ സാധിക്കും, എന്നാൽ പഴയ നിയമത്തിൽ ഈ പാഠഭാഗത്താണ് ആദ്യമായിട്ട് എന്നെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇസ്രായേലിന് എതിരായി എഴുന്നേറ്റിട്ടുണ്ട്, ഞാൻ ആര്? ഉത്തരം സാത്താൻ. 1 ദിനവൃത്താന്തം 21-ന്റെ 1-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു. 1 ദിനവൃത്താന്തം 23 മുതൽ 26 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം. ഇതാണ് പോർഷൻസ്. അപ്പോൾ ഈ പോർഷൻസ് നല്ലോണം വായിച്ച് റെഡി ആയിക്കോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye.